പ്രകാശ് 90 മോട്ടോർ സൈക്കിൾ ഗ്യാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗ്യാരേജിൽ ഒരു RX 100 വർക്കിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് അപ്പോൾ ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വണ്ടി കൊണ്ടുവന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വണ്ടിക്ക് ഒട്ടും ഹൈറ്റ് കുറവായിരുന്നു. അതായത് പുള്ളിക്ക് വണ്ടി ഓടിക്കുന്ന കസ്റ്റമറിന്, വണ്ടിയുടെ ഓണറിന് അത്യാവശ്യം ഹൈറ്റുള്ളൊരു പുള്ളിയാണ് എന്നെ പോലെ. അപ്പോഴത്തേക്ക് ആൾക്ക് കുറച്ച് ഹൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്രണ്ട് നമ്മൾ ഏകദേശം ഒരു 3 ഇഞ്ചും ഒരു 3.5 ഇഞ്ചും ബാക്ക് ഷോക്ക് ഓബ്സർ എടുത്ത് മാറ്റിയിട്ട് നമ്മളവിടെ സാധാരണ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് TVSൻ്റെ ഫീനിക്സിൻ്റെ സീരീസ് സ്പ്രിങ്ങിനെ നമ്മൾ ഫിക്സ് ചെയ്തത്. അപ്പോഴത്തേക്കാണ് വണ്ടി കാണുന്ന ഈ ഹൈറ്റ് കിട്ടിയത്. അപ്പോൾ 1.5 ഇഞ്ച് ഹൈറ്റ് പൊക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് നല്ല ഹൈറ്റുമായി, അപ്പോൾ ബാക്ക് കുറച്ച് താഴ്ന്നു നിൽപ്പുണ്ട്. അപ്പോഴത്തേക്ക് ഇതേ സമയത്ത് ആ സീരീസ് സ്പ്രിങ്ങിൻ്റെ സ്ഥാനത്ത് സ്റ്റോക്ക് ഷോക്ക് ഓബ്സറാണ് കിടന്നിരുന്നെങ്കിൽ വീണ്ടും കുറച്ച് വണ്ടി ഡൗൺ ആണ്, ബാക്ക് ഒന്ന് താഴ്ന്നു കിടന്നേനെ. അപ്പോൾ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഫ്രണ്ടും ബാക്കും ഏകദേശം ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമറിൻ്റെ നിർദ്ദേശപ്രകാരം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് ഫ്രണ്ടും ഒരേ ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീറ്ററിൻ്റെ കൺസോൾ ഫുള്ള് സ്റ്റോക്ക് മീറ്റർ കൺസോളെല്ലാം മാറ്റിയിട്ട് നമ്മൾ നേരെ ഈസൻ്റെ മീറ്റർ കൺസോൾ സെറ്റ് ചെയ്ത്, അതായത് പൈലറ്റ് ബോക്സും RPM മീറ്ററും സ്പീഡോമീറ്ററും എല്ലാം ഈസഡിൻ്റെത്. പിന്നെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഹെഡ്ലൈറ്റും ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈസഡിൻ്റെ ഹെഡ്ലൈറ്റാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാധാ സ്റ്റോക്ക് ഹാൻഡിൽ, പിന്നെ ഹാൻഡിലിൻ്റെ കവറെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഗ്ലാഡിയേറ്ററിനൊക്കെ വരുന്നതിൻ്റെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സാധനമാണ് നമ്മൾ അതിൽ ചെയ്തിരിക്കുന്നത്, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ റെഡ് കളറ് ബ്രേക്ക് ഹോസ്, പൾസറിൻ്റെ ഡിസ്ക്കാണ് ഇരിക്കുന്നത്. ബ്രേക്ക് ഹോസിന് ഏകദേശം ഒരു 120 സെൻറ്റിമീറ്റർ നീളം വരും. അത് കുറച്ച് ഹൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് 120 സെൻറ്റിമീറ്റർ എടുത്തത്. പിന്നെ പൾസറിൻ്റെ ഡിസ്കിലാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. പൾസറിൻ്റെ ഡിസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ചടങ്ങായിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം വണ്ടി കൊണ്ടുവന്നപ്പോൾ ഉള്ള T സ്റ്റമ്പും അപ്പർ പ്ലേറ്റും എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന പൾസറിൻ്റെ അതേ T സ്റ്റമ്പ് അപ്പർ പ്ലേറ്റ് ആയിരുന്നു. അതായത് പൾസർ വണ്ടിയുടെ തന്നെ T സ്റ്റമ്പ് അപ്പർ പ്ലേറ്റ് ആയിരുന്നു ഈ വണ്ടിയിലുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടി ഓട്ടി ഒരു കംഫോർട്ടും ഇല്ലായിരുന്നു, വണ്ടി തെന്നിയും തിരിച്ചൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് നമ്മളത് ഇളക്കി മാറ്റിയിട്ട് അപ്പർ പ്ലേറ്റ് T സ്റ്റമ്പും RXൻ്റെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അപ്പം അറേഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് ഈ അല്ലെങ്കിൽ ബോൾട്ടിട്ട്, അതായത് പുറത്തുനിന്ന് ബോൾട്ടിട്ട് മുറുക്കുന്ന ഫോർക്കിന് ഇന്നർ ട്യൂബിന് സൈസ് കൂടുതലായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ T സ്റ്റമ്പും അപ്പർ പ്ലേറ്റും കുറച്ചൊന്ന് വലുതാക്കിയിട്ട്, അതായത് ബോർ ചെയ്ത് ഒന്ന് വലുതാക്കിയിട്ട്, എന്നാലേ ഈ ഇന്നർ ട്യൂബ് അതിനകത്ത് കയറുള്ളൂ. നോർമൽ ഡിസ്ക് പഴയ പൾസറിൻ്റെ ഡിസ്ക് ആണെങ്കിൽ ഇതിൻ്റെ ഓയിൽ കളയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൂ ഒക്കെ ഉണ്ടാവും. പിന്നെ ബോൾട്ട് നമ്മൾ സാധാ RXൻ്റെ മുറുക്കി കണക്ക് അകത്തുനിന്ന് വെളിയിലോട്ടായിരിക്കും മുറുക്കുന്നത്. അപ്പോൾ പൾസറിൻ്റെ ഡിസ്കൊക്കെ നോക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ എടുത്തില്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടാവും. അപ്പം ആ വർക്ക് ചെയ്ത് T സ്റ്റമ്പും ബോർ ചെയ്ത് നമ്മൾ പൾസറിൻ്റെ ഡിസ്ക് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ അലൈൻമെൻറ്റ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ലെയ്ത്തി കൊടുത്തിട്ട് ആ അലൈൻമെൻറ്റ് എല്ലാം കറക്റ്റ് ചെയ്ത് അങ്ങനെയാണ് പൾസറിൻ്റെ ഡിസ്ക് ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത്. പിന്നെ നമ്മൾ കറക്റ്റ് നോക്കുമ്പോഴത്തേക്ക് മഡ് ഗാർഡിന് നല്ലൊരു ഗ്യാപ്പ് വരും. അതിനി എങ്ങനെയൊക്കെ ചെയ്താലും മഡ് ഗാർഡിന് ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഒറിജിനൽ മഡ് ഗാർഡ് വെച്ചാലും ഈ ഒരു ഗ്യാപ്പ് വരും. കാരണം വെച്ചാൽ മുറുക്കുന്ന ടൈമിൽ ആ ഹോള് കാര്യങ്ങളെല്ലാം വ്യത്യാസം ആയതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഇരിക്കുന്ന മഡ് ഗാർഡ്. അത് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നെങ്കിൽ ഫൈബർ മഡ് ഗാർഡ് വല്ലതും മേടിച്ച് കട്ട് ചെയ്ത് താക്കേണ്ടി വരും. ഇത് മഡ് ഗാർഡ് കട്ട് ചെയ്ത് താത്താലും നല്ല വൃത്തികേടായിരിക്കും. അതുകൊണ്ടാണ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ വെച്ച് മുറുക്കിയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എൻജിൻ കവറിൽ നമ്മൾ RPM സെറ്റ് ചെയ്ത്, ഇതിൻ്റെ മീറ്റർ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും RPM സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ RPM സെറ്റ് ചെയ്യണം. നമുക്ക് ഇതിൽ കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ കേബിൾ മാത്രമാണ് വണ്ടിയിൽ കിട്ടാതെ ഉള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ബാക്കിലിരിക്കുന്നത് ലാസ്റ്റ് മോഡലിൻ്റെ ഇൻഡിക്കേറ്ററാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് പഞ്ചിങ് ആണ്, അറിയില്ല 100ൻ്റെ അതേ സ്റ്റോക്ക് നമ്പർ പ്ലേറ്റാണ് വെച്ചിരിക്കുന്നത്. അതിൽ വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് നമ്മൾ സൈലൻസറിൽ കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സൈലൻസർ പാച്ച് വർക്ക് ചെയ്ത് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത്, പിന്നെ 4 സ്പീഡ് കിക്കർ മാറ്റിയിട്ട് 5 സ്പീഡ് കിക്കർ ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 5 സ്പീഡ് ടൂൾ ബോക്സ് മാറ്റി വെച്ചിട്ടുണ്ട്. വണ്ടി
കസ്റ്റമറിൻ്റെ കയ്യിൽ പഴയ വല്ല ഫോട്ടോസ് ഉണ്ടെങ്കിൽ വണ്ടിയുടെ ഒരു ഫോട്ടോ ഞാൻ ഇന്നത്തെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ആ ഫോട്ടോയും ഇപ്പോഴത്തെ വണ്ടിയുടെ ലുക്കും വെച്ചിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം ഏതാണ് ബെറ്റർ ആണെന്ന്. ഈ 100 ആണെങ്കിലും പക്ഷേ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് 135 ആണ് ഇരിക്കുന്നത് ദൂരം കണ്ടു കഴിഞ്ഞാൽ. അതായത് സൈഡ് ഡോറിലെ എംബ്ലവും പിന്നെ സീറ്റിൻ്റെ വർക്കും പിന്നെ മൊത്തത്തിൽ ആ ലുക്കും കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്ക് 135 ആണ് ഇരിക്കുന്നത്. പക്ഷേ വണ്ടി 100 ആണ്. അത് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകത്തില്ല. പിന്നെ നമ്മൾ ആ ഹെഡിലോട്ടും സിലിണ്ടർ കിറ്റിലോട്ടും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് 100 ആണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാവും. വേറൊരു കാര്യം മറന്നുപോയി, ആദ്യം തന്നെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് സൗണ്ടാണ് മറന്നു. ഇന്നിപ്പം വീഡിയോ ലാസ്റ്റ് കിടക്കട്ടെ സൗണ്ട്. അപ്പം വീഡിയോയിലെ അവസാനം ഞാൻ സൗണ്ട് കേൾപ്പിച്ച് തരാം. പിന്നെ ഇത്രയും ഹൈറ്റ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റോക്ക് സ്റ്റാൻഡ് ഒരിക്കലും ഇടാൻ പറ്റില്ല. സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ചരിഞ്ഞൊക്കെ പോകും. അപ്പോഴത്തേക്ക് നമ്മൾ ലിബറോയുടെ സ്റ്റാൻഡും അതുപോലെ സ്പ്രിങ്ങും മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചേസിൻ്റെ മീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ലോക്കാണ്. അതായത് ചേസിൻ്റെ അവിടെ നമ്മൾ 4 സ്ട്രോക്ക് വണ്ടികളൊക്കെ ലോക്ക് ചെയ്യും കണക്ക്, അത് ഈ സൈഡൊക്കെ ലോക്ക് ചെയ്യും കണക്ക് നമുക്ക് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാം. ആ വർക്ക് ഇത് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ടച്ചപ്പും കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ബിൽഡ് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പം വർക്ക് കഴിഞ്ഞ് കൊണ്ടുവന്നുള്ളൂ, അതാണ് പെയിൻ്റ് ഒന്നും ടച്ച് ചെയ്തത്. അപ്പം ആ ലോക്കൊക്കെ ചെയ്യുന്നതിന് അവിടെ ജസ്റ്റ് ഒന്ന് പെയിൻ്റൊക്കെ ചെയ്യണം, അത് അല്ലെങ്കിൽ തുരുമ്പ് കയറും. അതേപോലെ സെൻട്രൽ സ്റ്റാൻഡും സൈഡ് സ്റ്റാൻഡും ഓവലായിരുന്നു, അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. സെൻട്രൽ സ്റ്റാൻഡിന് ചെറിയ രീതിയിൽ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു പട്ടയൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ സ്റ്റാൻഡിൽ നമുക്ക് വണ്ടി ചെയിനും ടൈറ്റ് ചെയ്യാൻ പറ്റും, വാഷ് ചെയ്യാനൊക്കെ പറ്റും. സെൻട്രൽ സ്റ്റാൻഡിലിട്ട് കല്ലൊന്നും വെക്കേണ്ടി വരില്ല. ഇപ്പോൾ ഹാൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ ഇരിക്കുന്ന ഗ്രിപ്പ് റേയാണ്, യമഹയുടെ തന്നെ റേ എന്ന് പറയുന്ന വണ്ടിയുടെ ഗ്രിപ്പാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഫ്രീയുമാണ്, നല്ല രസമാണ് ഈ ഗ്രിപ്പിൽ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ FC തന്നെ, യമഹയുടെ FC തന്നെ കാലിബറാണ്, മാസ്റ്റർ സിലിണ്ടറാണ് നമ്മൾ ഈ വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. കാലിബർ താഴെ പൾസറിൻ്റെ കാലിബറാണ് ഇരിക്കുന്നത്. അപ്പോൾ മുകളിലിരിക്കുന്ന ഈ മാസ്റ്റർ സിലിണ്ടർ FC മാസ്റ്റർ സിലിണ്ടർ, പിന്നെ 120 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു റെഡ് കളറിലുള്ള ഒരു ബ്രേക്ക് ഹോസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലാഡിയേറ്ററിൻ്റെ ഹാൻഡിൽ സ്വിച്ച്, നോർമലി എല്ലാവരും ചെയ്യുന്ന കണക്ക് ഗ്ലാഡിയേറ്ററിൻ്റെ ഹാൻഡിൽ സ്വിച്ച്, പാസം എല്ലാം കാര്യങ്ങളെല്ലാം വർക്കാവും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ വിട്ടേക്കുന്നത് റേയുടെ ഗ്രിപ്പ് തന്നെ. പിന്നെ ക്ലച്ച് കേബിൾ, ലിവറെല്ലാം സ്റ്റോക്ക് RXൻ്റെ തന്നെ ഇട്ടേക്കുന്നത്. അപ്പം ബാക്ക് ടയർ നമ്മൾ 16 ഇഞ്ച് മോട്ടോടിയും, ഫ്രണ്ട് ടയർ 18 ഇഞ്ചിൻ്റെ സ്റ്റോക്ക് തന്നെ, അതായത് 18 ഇഞ്ചിൻ്റെ സീറ്റും ടയറാണ് കിടക്കുന്നത്. അത്യാവശ്യം ബാക്ക് ഫ്രണ്ട് ഓടാൻ നല്ല രീതിയിലുള്ളതുണ്ട്. ആകെ വണ്ടിയിലെ പോരായ്മയെന്ന് പറയുന്നത് ആ ഫോർക്കിൽ വരുന്ന മഡ് ഗാർഡിൻ്റെ ആ ഒരു പൊസിഷനാണ്. അത് സാരമില്ല, നമുക്കത് എപ്പോഴെങ്കിലും നല്ലൊരു പൾസറിൻ്റെ കയ്യിൽ ഫോർക്ക് കിട്ടുമ്പോഴത്തേക്ക് നമുക്കത് ക്ലിയർ ചെയ്യാം. സൈലൻസർ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സൈലൻസർ പാച്ച് വർക്ക് ചെയ്യേണ്ടി വരുമെന്ന്. അപ്പം പാച്ച് വർക്ക് ചെയ്തിട്ട് സൗണ്ട്, അതായത് പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്ത് അത് കഴിഞ്ഞ് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോഴത്തേക്ക് കസ്റ്റമർ ചെറിയ ഡൗട്ടുണ്ട് സൗണ്ടൊക്കെ മാറുമെന്ന്. പക്ഷേ ഫസ്റ്റ് പ്ലേറ്റിങ്ങോ സെക്കൻഡ് പ്ലേറ്റിങ്ങോ ആണെന്ന് തോന്നുന്നു. സൗണ്ടൊന്നും അധികം മാറിയിട്ടൊന്നുമില്ല. അതായത് സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല നീറ്റ് സൗണ്ടാണ്. വണ്ടി 100ൻ്റെ അതൊരു ഫീൽ കിട്ടുന്നുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക്. ശരി, അപ്പോൾ നമുക്ക് സൗണ്ട് ഒന്ന് ഇട്ടുതരാം. എല്ലാ വീഡിയോയിലും വണ്ടിയിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്നിപ്പോൾ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. RPM കറക്റ്റ് അടുത്താവുന്നുണ്ട്. പുതിയ പിസ്റ്റനും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അധികം റേസ് ചെയ്ത് RPM ഒന്നും കയറ്റാത്തത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൗണ്ട്. അപ്പോൾ അടുത്തൊരു വണ്ടിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, എന്നാൽ ബൈ ബൈ.